തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെടിക്കെട്ട് പുരയുടെ ലൈസൻസ് ഉടമയായ സതീഷ് ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അപകടം നടന്ന പ്രദേശത്ത് ഇന്നും തിരച്ചിൽ നടക്കും. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനവും ഇന്നുണ്ടാകും. മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും ഇന്ന് നിർണായക യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി അബ്ദുൾ റഹീമും അതേപോലെ സച്ചിനും നമുക്കൊപ്പം തത്സമയമുണ്ട്. ആദ്യം ചികിത്സാപരമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തുടങ്ങാം. റഹീം, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ്? ഈ പ്രത്യേകിച്ച് ലൈസൻസി സതീഷിൻ്റെയൊക്കെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാകുന്നു. ഏറ്റവും പുതിയ ആശുപത്രി അപ്ഡേറ്റ് എന്താണ്? സേതു, വളരെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് പരിക്കുപറ്റി ചികിത്സയിലുള്ള 4 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ വെടിക്കെട്ട് പുരയുടെ ലൈസൻസി കൂടിയായിട്ടുള്ള സതീഷ്, അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ട്. കൂടാതെ ഈ ബേൺ ICUവിലുള്ള മറ്റ് ആളുകൾ കൂടിയുണ്ട്. അവരുടെ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ അവർക്ക് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട്. കൂടാതെ അവർ ഈ സംഭവം നടന്ന സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പരിക്കുകൾ മാത്രമാണ് ഏകദേശം ഒരു 5 പേർക്കുള്ളത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ ഒരു ആശ്വാസമായ വാർത്തകളും പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള 4 പേരുടെ കാര്യത്തിൽ അതീവ ഗുരുതരാവസ്ഥ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ആശുപത്രി അധികൃതരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർക്ക് വേണ്ട ചികിത്സയൊക്കെ കൃത്യമായി തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ ഈ മരുന്നുകളോട് പ്രതികരിക്കാത്ത സാഹചര്യമുണ്ട്. ചിലർക്ക് ഈ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഒട്ടും ആശാവഹമല്ലാത്ത വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഈ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഇതുവരെ 10 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഔദ്യോഗികമായുള്ള വിവരം. അവരുടെ 10 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്നലെ അവസാനമായി മരണപ്പെട്ട പ്രവീൺ, അദ്ദേഹവും വെന്റിലേറ്ററിലായിരുന്നു. ഏകദേശം 90% പൊള്ളൽ പ്രവീണിനേറ്റിരുന്നു. പ്രവീണിന് പൊള്ളലേറ്റതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ മേത്തേക്ക്, അതായത് ശരീരത്തിലേക്ക് ഈ പൊട്ടിത്തെറിക്കിടെയുണ്ടായ ചില സാധനങ്ങളൊക്കെ വന്ന് പതിച്ച് അതിൻ്റെ കാര്യമായി തന്നെ അങ്ങനെയുള്ള പരിക്കുകളും ഉണ്ടായിരുന്നു. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ തുടർന്നാണ് ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിഫലമായി. ഏതായാലും പ്രവീണിൻ്റെ മൃതദേഹവും ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ശരീരാവശിഷ്ടങ്ങളുണ്ട്. അത് ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്നെത്തിയ വിദഗ്ധർ DNA സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും 4 പേർ അവരെ കാണാതായിട്ടുണ്ട്. അവർ മിസ്സിംഗ് ആണ് ഇപ്പോഴും. അത് 4 പേരുടേതാണോ ഈ ലഭിച്ചിരിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ എന്നതടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ ശരീര സാമ്പിളുകൾ, അതായത് DNA സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഇത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ഫലം ഏകദേശം 3 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വരുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതിൻ്റെ DNA പരിശോധനാ ഫലം പുറത്തു വന്നുവെങ്കിൽ മാത്രമേ ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരികയുള്ളൂ. ഏകദേശം 29ഓളം ശരീരാവശിഷ്ടങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഇവിടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA സാമ്പിളുകൾ ശേഖരിച്ച ശേഷമായിരിക്കും അത് ആരുടെയൊക്കെയാണ്. വ്യക്തമാണ് റഹീം. നമുക്ക് സച്ചിനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ സച്ചിന് കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കേണ്ട. സച്ചിൻ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നിർണായകമായ ദിവസമാണ്. നിർണായകമായ യോഗം ചേർന്ന ദിവസമാണ്. ഇതിൽ ദേവസ്വങ്ങളുടെയൊക്കെ ഒരു നിലപാട് അവർ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളോട് ചെറുതായെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു. സർക്കാരും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു നിലപാടിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തീരുമാനങ്ങളുമായി എല്ലാവരും പൊരുത്തപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇന്ന് അറിയേണ്ടത്. അപ്പോൾ യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. രണ്ടാമത്തേത് തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നേരത്തെ തിരച്ചിലൊക്കെ നിർത്തിയിരുന്നു. പക്ഷേ തിരച്ചിൽ നിർത്തുമ്പോഴും ഇനിയും 4 പേർ മിസ്സിംഗ് ആണ്. അപ്പം ഇവർ
അവർക്കായുള്ള തിരച്ചിൽ ഇന്നും പുനരാരംഭിക്കുമോ? അത് അങ്ങനെയാണെങ്കിൽ എപ്പോഴാകും? ഇന്നത്തെ തിരച്ചിലിന്റെ രീതി എങ്ങനെയാകും എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യമുള്ളത് സച്ചിൻ, ഈ പാറമേക്കാവിന്റെ ഈ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ സ്റ്റോപ്പ് മെമ്മോയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റ് കൂടി. സേതു, പ്രധാനമായും ഇന്ന് അതിനിർണായകമായ യോഗം തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് ശേഷമാണ് അത്തരത്തിലൊരു യോഗം നടക്കുന്നത്. അത് പ്രധാനമായും തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാർ, അതായത് മന്ത്രി കെ രാജൻ, ആർ ബിന്ദു, പിന്നെ ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന നിർണായക യോഗമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളും, കൂടാതെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും പാലക്കാട് ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരാണ്. അതിൽ പ്രധാന ചർച്ച ചെയ്യുന്നത് തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണം എന്ന കാര്യമാണ്. ഇന്നലെ വൈകിട്ടോടുകൂടെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ദേവസ്വങ്ങൾ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് ചടങ്ങുകൾ നടത്തണം എന്ന കാര്യമാണ്. അതായത് കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തണം എന്ന കാര്യം തന്നെയാണ് ഇരു ദേവസ്വങ്ങളും അവസാനമായി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ അന്തിമ തീരുമാനം ഇന്ന് നടക്കുന്ന മന്ത്രിമാരുടെ സാന്നിധ്യത്തിലുള്ള യോഗത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ തന്നെ ഇന്ന് രാവിലെ ഈ പൂരാഘോഷ കമ്മിറ്റികളുടെ, ദേവസ്വങ്ങളുടെ പൂരാഘോഷ കമ്മിറ്റികളുടെ യോഗവും ചേരുന്നുണ്ട്. അതിലും ദേവസ്വങ്ങൾ ഇന്നലെ എടുത്ത തീരുമാനം പറയും. ആ തീരുമാനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും സർക്കാർ വിളിച്ചിരിക്കുന്ന യോഗത്തിലും പങ്കെടുക്കുക. ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ യോഗം വിളിച്ചിട്ടുള്ളത്. അത് തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ വെച്ചാണ് നടക്കുക. കൂടാതെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ടീമുകളിലായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു. അത് സംസ്ഥാന സർക്കാർ നിയോഗിച്ചത് ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ്. CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർ ദുരന്തം നടന്ന സമയത്ത് തന്നെ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതുകൂടാതെ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ DGP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ദുരന്തം നടന്ന പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. അത് പ്രധാനമായും ഈ തിരച്ചിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരച്ചിലാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത് എന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് ഉന്നത പോലീസ് സംഘം, ഫോറൻസിക് സംഘം, ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് പരിശോധന നടക്കുക. കൂടാതെ തന്നെ ആ പ്രദേശത്ത് നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആളുകളെയൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അതിൽ പ്രധാനമായും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ചില ശരീരഭാഗങ്ങളുടെയൊക്കെ DNA പരിശോധന കഴിഞ്ഞ് അതിൻ്റെ ബലം വരണം. എന്നാൽ മാത്രമാണ് ഇവർ മിസ്സിംഗ് ആണോ, അല്ലെങ്കിൽ അതായത് കഴിഞ്ഞ ദിവസം തിരച്ചിലിൽ ലഭിച്ച ശരീരഭാഗങ്ങൾ ഈ കാണാതായ ആളുകളുടേതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അത് പൂർണ്ണമായും അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നത സംഘം കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂരിൽ എത്തിയിരുന്നു. അവർ ഈ DNA സാമ്പിളുകളും ശരീരഭാഗങ്ങളൊക്കെ DNA പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ശക്തമായ രീതിയിലുള്ള പരിശോധന, പ്രധാനമായും എങ്ങനെ ഈ ദുരന്തമുണ്ടായി, സ്ഫോടനമുണ്ടായി എന്ന കാര്യം അന്വേഷിക്കുക എന്നത് തന്നെയാണ് പ്രധാന ദൗത്യം. കൂടാതെ തന്നെ ഈ പ്രദേശത്ത് ഈ സംഭവ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ വിവരമൊന്നും ഇതുവരെ സർക്കാരിനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടില്ല. അതിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. അതിനിടയിലാണ് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ വലിയ രീതിയിലുള്ള അനധികൃതമായ മരുന്നുകൾ, അതായത് വെടിക്കെട്ട് സാമഗ്രികളും വെടിമരുന്നുകളും സൂക്ഷിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ കണ്ടെത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലാ കളക്ടർ തൃശ്ശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചിറ്റൂർ തഹസിൽദാറും അതേപോലെ തന്നെ ചിറ്റൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 50 കിലോ മാത്രം സൂക്ഷിക്കാനുള്ള വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ 500 കിലോയിലധികം വെടിക്കെട്ട് സാമഗ്രികളും വെടിമരുന്നുകളും സൂക്ഷിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂർ DYSP കേസെടുത്തിട്ടുണ്ട്. എന്തായാലും കോട്ടയം സ്വദേശിയായിട്ടുള്ള ബിനോയിയാണ് നിലവിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വെടിക്കെട്ട് നിർമ്മാണശാലയുടെ ലൈസൻസി എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും നാടിനെ നടുക്കിയ ദുരന്തം തന്നെയാണ്. പൂരം എങ്ങനെ നടക്കും എന്ന കാര്യത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നത്. സേതു. ഓക്കെ സച്ചിൻ, ശരി. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് ഈ പൂരം നടത്തിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമായ ദിവസമാണ്. പിന്നെ മാത്രമല്ല ഇന്നും തിരച്ചിൽ തുടരും. ഇനിയും 4 പേരെ കണ്ടെത്താനുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവരുടെയൊക്കെ ആരോഗ്യനില
ചിലരുടേത് ഗുരുതരമായി തന്നെ തുടരുന്നു.